ഓക്കെ ഗേസ്, ഇന്നപ്പോൾ ആരുടെ വണ്ടി അടിച്ചു മാറ്റാന്ന് ആലോചിച്ചിരിക്കായിരുന്നു കേട്ടാ. അപ്പോഴാണ് എനിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയേ. അത് വേറൊന്നല്ല, നമ്മുടെ സിറ്റിയിലില്ലേ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ആ ക്ലോക്ക് ടവറിൽ ഒരു ബൈക്ക് ഉണ്ട്. അത് ഏതാ ബൈക്കെന്ന് എനിക്കറിയില്ല കേട്ടാ. അത് സൂപ്പർ ബൈക്കാണോ സാധാ ബൈക്കാണോ ഏതാ ബൈക്കെന്ന് എനിക്കറിയില്ല. നമുക്ക് പക്ഷേ ആ ബൈക്ക് അടിച്ചു മാറ്റണം. അതൊരു റെയർ ബൈക്കാ. നമ്മളാ ബൈക്ക് അടിച്ചു മാറ്റി വിൽക്കുകയാണെങ്കിലേ ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും ട്ടാ. ലക്ഷങ്ങളല്ല, കോടികളാ കിട്ടാ. അത്രയ്ക്കും റെയറാണ് ആ ബൈക്ക്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ടേ ആ ബൈക്ക് ഇങ്ങ് അടിച്ചു മാറ്റാം. കുറേ കാശ് കിട്ടില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇവിടെ മാസ്ക് ഒക്കെ എടുത്തിട്ടു, അതുകൊണ്ട് എന്നെ ഇപ്പോൾ ആരും തിരിച്ചറിയില്ല. ഞാൻ പിന്നെ സൈക്കിളാണ് എടുത്തോണ്ട് പോണേ, ഡിഫൻഡർ എടുക്കണില്ല. എന്തായാലും ഈ വണ്ടി അവിടെ ഉപേക്ഷിക്കും, അതുകൊണ്ട് നമുക്ക് സൈക്കിൾ എടുത്തോണ്ട് പോവാം. ഈ സൈക്കിൾ പിന്നെ എൻ്റെ സ്വന്തം സൈക്കിളല്ല, ഇതും ഞാൻ എവിടെ നിന്നോ അടിച്ചു മാറ്റിയതാ. എന്തെങ്കിലും ആവട്ടെ, നമുക്കപ്പോൾ നേരെ ആ ക്ലോക്ക് ടവറിലേക്ക് പോവാം. ക്ലോക്ക് ടവർ പിന്നെ എൻ്റെ വീടിന് തൊട്ടടുത്താ, നിങ്ങൾക്കിപ്പോൾ മുമ്പിൽ കാണാൻ പറ്റും. ഇതാണ് ക്ലോക്ക് ടവർ. ഇത് പിന്നെ അത്യാവശ്യത്തിന് വലിയൊരു സ്ഥലമാണ് കേട്ടാ. ഇവിടെ പിന്നെ 2-3 വീടുകൾ കാണാൻ പറ്റും. ഇതിലിപ്പോൾ ഏത് വീട്ടിലാണോ ആ ബൈക്കുള്ളത്, നമുക്കിനി അത് പോയിട്ട് അന്വേഷിക്കണം. ഈ ഭാഗത്ത് പിന്നെ ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടാ. ആൾക്കാരുണ്ടെങ്കിൽ അവരെ തട്ടേണ്ടി വരും, അല്ലാണ്ട് നിവർത്തിയില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ഒരു പച്ച കളർ വീടില്ലേ, ഇവിടെ കയറി നോക്കി നോക്കാം. ആ ബൈക്ക് ഏതൊരു വീടിൻ്റെ അകത്തുള്ളേ, അത് പുറത്തല്ല പാർക്ക് ചെയ്തേക്കണത്, വീടിൻ്റെ അകത്താണ് പാർക്ക് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് എല്ലാ വീട്ടിലും കയറി നോക്കേണ്ടി വരും, എന്നാലേ നമുക്ക് ആ ബൈക്ക് കിട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ എനിക്ക് ബൈക്കൊന്നും കാണാനില്ല ഏട്ടാ. നമുക്കപ്പോൾ മേലെ കയറി നോക്കി നോക്കാം. മേലെ ആരും അങ്ങനെ ബൈക്ക് പാർക്ക് ചെയ്യില്ല, പക്ഷേ പറയാൻ പറ്റില്ല, ഈ സിറ്റിയിലെ ആൾക്കാർ അങ്ങനെ ചെയ്യും. ആരും അടിച്ചു മാറ്റാണ്ടിരിക്കാനേ ആൾക്കാർ മേലത്തെ ഫ്ലോറിൽ ബൈക്ക് പാർക്ക് ചെയ്യും. എനിക്ക് പക്ഷേ അതൊന്നും വിഷയമല്ല, എവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്താലും ഞാനത് അടിച്ചു മാറ്റും. ഈ വീട്ടിലപ്പോൾ എനിക്ക് ബൈക്കൊന്നും കാണാനില്ല. എന്നാൽ പിന്നെ നമുക്ക് ഈ ഷെഡിൽ നോക്കി നോക്കാം, ഇവിടെ ചിലപ്പോൾ ആ ബൈക്ക് ഉണ്ടാവും. ഓ, ഇവിടെയും ബൈക്കൊന്നും ഇല്ല ഏട്ടാ. പിന്നെ ബൈക്ക് അവിടെ പോയി. നമുക്കപ്പോൾ ഈ വീട്ടിൽ നോക്കി നോക്കാം, ഇവിടെ ചിലപ്പോൾ ആ ബൈക്ക് ഉണ്ടാവും. ഇവിടെ ഉണ്ടാ? ഇവിടെയും ബൈക്കൊന്നും ഇല്ല ഏട്ടാ. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇല്ലേ, അത് തെറ്റാവോ? അങ്ങനെ വരാൻ വഴിയില്ല. ആ ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് നോക്കി നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതുവരെയും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ ആ ബൈക്ക് എവിടെ ഉള്ളതെന്ന് നോക്കി നോക്കാം. ഇന്ന് എന്തായാലും ആ ബൈക്ക് അടിച്ചു മാറ്റും, അടിച്ചു മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. ഇനിയിപ്പോൾ ഈ വീട്ടിൽ ഉണ്ടോ എന്ന് നോക്കി നോക്കാം കേട്ടാ. ഗൈസ്, എനിക്ക് കിട്ടിയ ഇൻഫർമേഷനില്ലേ, അത് തെറ്റായിരുന്നു കേട്ടാ. ഈ ഭാഗത്ത് എനിക്ക് ബൈക്കൊന്നും കാണില്ല, ഞാൻ കുറേ നോക്കി നോക്കി. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചെറിയ ഷെഡൊക്കെ ഉണ്ട്, അവിടെ എന്തോ എനിക്ക് കാണാണ്ടല്ലോ. നമുക്ക് നോക്കി നോക്കാം. അയ്യോ, നൈസായിട്ട് തലയിടിച്ച് വീണു. സീനില്ല, വില കുഴപ്പമൊന്നുമില്ല. ഗൈസ്, അത് നോക്കിയേ, അവിടെ ഒരു ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബൈക്ക്. ഇത് കണ്ടിട്ടേ ഒരു സാധാരണ ബൈക്ക് പോലെ തോന്നണില്ല ഏട്ടാ. ഈ ബൈക്കിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, ഒരു വെറൈറ്റി ഡിസൈനാ. എന്തുട്ടായാലും നൈസായിട്ടുണ്ട്. നമുക്ക് ഈ ബൈക്കും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാം. ഇതെന്തത്, പോലീസുകാർ ഇത്രയും പെട്ടെന്ന് അറിഞ്ഞാ? എന്നാ എന്നെ പിടിക്കാൻ വായോ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് പിടിക്ക്, എനിക്കൊന്ന് കാണണം. ഇത് പിന്നെ ഇവിടെ സ്ഥിരമുള്ളതാ. ഞാൻ ഏതെങ്കിലും ഒരു വണ്ടി അടിച്ചു മാറ്റിയാലേ അന്നേരം പോലീസുകാർ എല്ലാവരും എൻ്റെ പിന്നാലെ വരും. പക്ഷെ ഇതൊരിക്കും ഒരാൾക്കും എന്നെ പിടിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇതിപ്പോൾ എന്തായേ, ഞാൻ വണ്ടിയിൽ നിന്ന് വീണുല്ലോ. നൈസായിട്ട് പണിപ്പാളി. ഇവിടെ ഇപ്പോൾ പോലീസുകാർ എന്നെ പിടിക്കുമല്ലോ. ഒരു കാരണവശാലും പോലീസുകാർ എന്നെ പിടിക്കാൻ പാടില്ല. പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ ജയിലിലേക്ക് പോവും. പോലീസുകാർ പിന്നെ എന്നെ വെടിയേക്കുന്നുണ്ട്, അവരെ RPG വെച്ച് തീർത്തളയാം. എന്നെ പിടിക്കാറായ? അതെ, നമുക്ക് വേഗം ഈ ബൈക്ക് എടുക്കാം. ഈ ബൈക്ക് സ്റ്റാർട്ടാവോ? സ്റ്റാർട്ടായി. വില കുഴപ്പമൊന്നുമില്ല, ഡാമേജ് ഒന്നും വന്നിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം.
ഏതാ മനസ്സിലായ? ആ ജുറാസിക് പാർക്ക്. നമുക്ക് പോയിട്ട് ജുറാസിക് പാർക്കിൽ ഒളിച്ചിരിക്കാം. പോലീസുകാർ പിന്നെ അതിനകത്ത് വരില്ല. ലെറ്റ്സ് ഗോ. നമ്മളെങ്ങനെ ജുറാസിക് പാർക്കിൻ്റെ അകത്ത് കയറിയേക്കാണ്. ഇനിയിപ്പോൾ പോലീസുകാർ എന്നെ പിടിക്കില്ല. ഒരാളും ഇതിനകത്ത് വരില്ല. ഇതിൻ്റെ അകത്തേക്ക് വരാനേ ഇവിടുത്തെ പോലീസുകാർക്ക് ധൈര്യമില്ല. നമുക്കപ്പോൾ കുറച്ച് നേരെ ഇവിടെ നിൽക്കാം. പോലീസുകാർ പോണ വരെ വെയിറ്റ് ചെയ്യാം. Meanwhile, ഓക്കെ ഗേസ്, ഇവിടെ എങ്ങനെ പോലീസുകാരൊക്കെ പോയേക്കാണ് കേട്ടാ. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ ഈ ബൈക്കില്ലേ അതെൻ്റെ സ്വന്തം. നമുക്ക് വേണമെങ്കിൽ ഈ ബൈക്ക് വിൽക്കാം. വിൽക്കുകയാണെങ്കിൽ കുറേ ക്യാഷ് കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്കത് കയ്യിൽ വയ്ക്കാം. അതുകൊണ്ടും ഒരു പ്രശ്നവുമില്ല. നമുക്കപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. എൻ്റെ അമ്മച്ചി.